ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പൊതിച്ചോറവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കടയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ തിരക്കിനിടയിൽ ഒരാൾ വന്ന് നമ്മളേക്കം കൊടുക്കുകയായിരുന്നു ഉണ്ടായത്. പെട്ടെന്ന് അയാളെ നിർത്തിക്കൊണ്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് പയറ് തോരൻ കേട്ടോ, നല്ല വൻപയറ് തോരൻ, അത് ഞാൻ അല്പം എടുത്തകത്ത് വെക്കുകയാണ്. നല്ല വലിയ പയർ പുഴുങ്ങി ഇച്ചിരി കുരുമുളകൊക്കെ ഇടും ഞാൻ ഈ പയർ തോരനകത്ത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കുരുമുളക് ഇടാമെങ്കിൽ, കുരുമുളക് പൊടി. ബാക്കി നമ്മൾ തോരൻ വെക്കുന്നവരെല്ലാം ചേർത്തിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ പുറത്ത് 2-3 മീൻ വറുത്ത്. നമ്മൾ ചെറിയ ചെങ്കലവ ഉണ്ടായിരുന്നല്ലോ ജംഗ്ഷനിൽ നിന്ന്, നല്ല ചെങ്കലവ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 കിലോ 100 രൂപയ്ക്ക്, ചെറുതാണ് പക്ഷേ വറക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒരറ്റത്തെടുത്ത് വെക്കാം. പാറുവിനും വെച്ച് എനിക്കും വെച്ച് കുറച്ച് ഉള്ളി കൂടി. ഞാൻ ഈ മീൻ വറുക്കുമ്പോൾ ഇച്ചിരി ഉള്ളി, നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇച്ചിരി ഉള്ളി വെക്കാറുണ്ട്. എന്നുമില്ല, ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. ചോറിഞ്ഞിട്ട് ഇട്ടത്തോട്ട് ചോറ് വെച്ചു. ഇനി മീൻകറി. നമ്മുടെ ഈ പറഞ്ഞ ചെറിയ ചെങ്കലവ തന്നെ ഇത്തിരി മുളക് വെച്ചു. ചെങ്കലവ ആയതുകൊണ്ട് മുളക് ഈ ചെറിയ ചെങ്കലവ തേങ്ങാക്കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാലും ഞാനിന്ന് മുളക് കറിയാണ് അത് വെച്ചത്. ഇത്തിരി മുളക് വെച്ചു, അതറ്റത്ത് വെക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലയോ, നല്ല കളർഫുള്ളാണ്. കാരണം കാശ്മീരി ചില്ലിയാണ് ഞങ്ങൾ. പക്ഷേ ഈ കാശ്മീരി ചില്ലി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. മറ്റേ മുളകിനേക്കായി നമ്മുടെ വയറിന് നല്ല ഗുണമുള്ള സംഭവമാണെന്നാണ് പറയുന്നത്. അവിടെ പാത്രത്തിൽ എന്തൊക്കെയോ കളർഫുള്ളായിട്ട് കാണുന്നുണ്ട്. അവിടെ കൊഞ്ച് ചമ്മന്തി, സ്പെഷ്യൽ കൊഞ്ച് ചമ്മന്തി. കൊഞ്ച് വെച്ചരച്ച തേങ്ങയും കൊഞ്ചും ഒക്കെ ചേർത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ കൊഞ്ച് ചമ്മന്തി ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഫുഡ് കഴിക്കാൻ. ഉച്ചക്കത്ത് മനസ്സറിയാതെ ചോറിറങ്ങിപ്പോൾ നല്ല കൊഞ്ച് ചമ്മന്തി. പിന്നീട് മത്തി വറുത്തത് 2 കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നവക്കും ഒന്ന് എനിക്കും എന്നുള്ള രീതിയിൽ എന്നും കൊണ്ടുവരുന്നത്. അങ്ങനെ മത്തി വറുത്തത്. പിന്നെ പാവയ്ക്ക തോരൻ വെച്ചതാണ് കേട്ടോ. മെഴുക്ക് വരട്ടിയോ തോരനോ എന്തോ രീതിയിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങ ശകലം ചേർത്തിട്ടുണ്ട്. എല്ലാം അവിടെ അങ്ങ് മിക്സായി കേട്ടോ. സാരമില്ല, ഒരുമിച്ച് ചോറിൻ്റെ കൂടെ അല്ലേ, എന്തായാലും ചോറിൽ പുരട്ടാനുള്ളതല്ലേ. അപ്പോൾ ചോറൂടെ നീക്കിയിട്ട് കൊടുക്കാം. ചോറൂടെ നീക്കി വെച്ചു. പിന്നീട് കുപ്പിക്കകത്ത് എന്തോ അപ്പം അവൾക്ക് മീൻകറി ഒഴിച്ചില്ല. ഇച്ചിരി ചെങ്കലവ കറി, ചെങ്കലവ മുളക് വെച്ചത് എടുത്തൊഴിച്ചു. കുപ്പിക്കകത്ത് തീയലാന്ന് പറഞ്ഞു. തീയലല്ല, സോറി, തെരണ്ടിക്കറി, നല്ല വറുത്തരച്ച തെരണ്ടിക്കറി. ഇത് അവൾ കൊണ്ടുവന്നതല്ല, വിനീതയുടെ വീട്ടിൽ തെരണ്ടി വാങ്ങി ഇപ്പോൾ കറി വെച്ചപ്പോൾ അവൾ ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്ന കേട്ടോ. മാറിപ്പോയി എനിക്ക്. നല്ല വറുത്തരച്ച തെരണ്ടിക്കറി ചെറിയ കഷ്ണങ്ങളാക്കി. 1 കിലോ 200 രൂപയ്ക്കോ എന്തോ കിട്ടിയെന്ന് അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ കരുനാഗപ്പള്ളി മീൻ ചന്തയിൽ നിന്ന്, മീൻ മാർക്കറ്റിൽ നിന്ന് 1 കിലോ 200 രൂപയ്ക്ക് കിട്ടി, നല്ല തെരണ്ടി കിട്ടിയെന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവളത് കറി വെച്ചത് ഞങ്ങൾക്ക് ഇച്ചിരി കൊണ്ടു തന്നു. അപ്പം പയർ തോരൻ, മീൻ വറുത്തത്, പാവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ എൻ്റെ മീൻകറി, പിന്നെ സ്പെഷ്യൽ തെരണ്ടിക്കറി. പിന്നെ ഇത് നമ്മുടെ സൂപ്പർ ഈന്തപ്പഴം. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയതാണ്. 6 കിലോളം ഈന്തപ്പഴം നാരങ്ങ അച്ചാർ. കുറച്ച് നാരങ്ങയും ചേർക്കും. നല്ല ഈന്തപ്പഴം, ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം. ഇച്ചിരി വില കുറച്ച് ഞങ്ങൾക്ക് ഹോൾസെയിൽ കടയിൽ നിന്ന് ഇച്ചിരി വില കുറച്ച് കിട്ടി. ഒരു 4-5 കിലോ ഉണ്ടായിരുന്നു. നമുക്ക് ഇച്ചിരി വില കുറച്ച് അവർ തന്നു. നമ്മൾ സ്ഥിരം അവിടെ നിന്ന് എടുക്കുന്നത് കൊണ്ട് ഇച്ചിരി വില കുറച്ച് കിട്ടി നമുക്ക്. അത് എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം ആയതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റായിരുന്നു. കുറച്ചുകൂടി നല്ല, നമ്മൾ സാധാരണ എടുക്കുന്ന ഈന്തപ്പഴത്തിനേക്കാളും നല്ല കറുത്ത് നല്ല മധുരം ഉണ്ടായിരുന്നു. അത് ഒരു 6 കിലോളം ഉണ്ടായിരുന്നു. അച്ചാറെല്ലാം കൂടെ 7-8 കിലോ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു പാട്ട ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ മാറ്റി. ഇനിയിപ്പോൾ ഡെയിലി ഇവിടെ വെച്ചിരിക്കും. ഞങ്ങൾ ചിരിച്ച് എടുക്കും. പിന്നെ ഇത് നല്ല പാക്ക് ചെയ്ത് ഞങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം നാരങ്ങ 250 ഗ്രാമിന് 100 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്കത് വർത്താണ്.